പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇനി നമുക്ക് അല്പസമയം ക്രൂശീകരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ക്രൂശിക്കുന്നതിന് മുമ്പ് ചമ്മട്ടി കൊണ്ട് അടിക്കുക പതിവായിരുന്നു. അത് നമുക്ക് സുവിശേഷങ്ങളിൽ നോക്കുമ്പോൾ യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു എന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. നോക്കൂ, അധികം വേദനിപ്പിക്കുന്നതിന് വേണ്ടി ആണികളും അസ്ഥിഖണ്ഡങ്ങളും ചാട്ടയോട് ബന്ധിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. കുറ്റക്കാർ സ്വന്തം ക്രൂശ് ചുമക്കുവാൻ ഏൽപ്പിക്കുന്നുണ്ട്. അതായത് അവർ തന്നെ അവരെ ക്രൂശ് ചുമക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും അവർ ചുമക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കുറ്റക്കാരന് വേണ്ടി ക്രൂശ് ചുമക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. അതായത് ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ചു ക്രൂശ് ചുമപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. നോക്കൂ പ്രീതി മക്കളെ, സാധാരണയായി വധശിക്ഷ നടത്തിയിരുന്നത് പട്ടണത്തിന് വെളിയിൽ വച്ചായിരുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടം അനുഭവിച്ചു. പ്രീതി മക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എത്രമാത്രം വേദന സഹിച്ചു. നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ആ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്ന യേശുപ്പനെ നമ്മളൊന്ന് ഓർത്തു നോക്കണം. ഇവിടെ പറയുകയാണ്, സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിലേക്ക് നേടുവാൻ വേണ്ടിയാണ് അപ്പൻ ഈ കഷ്ടം മുഴുവനും അനുഭവിച്ചത് എന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. കുറ്റവാളി ഇവിടെ എത്തിക്കഴിഞ്ഞാലുടൻ, അതായത് നഗരവാതിലിന് പുറത്തു വന്ന്, അതായത് ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാലുടൻ അവരുടെ വസ്ത്രം മാറ്റുക പതിവുണ്ട്. ഈ വസ്ത്രം പടയാളികളുടെ അവകാശമാണ്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. ഹല്ലേലൂയ. നോക്കൂ, കുറ്റവാളിയെ ക്രൂശിൽ ചേർത്ത് ബന്ധിക്കുന്നതിന് മുമ്പ് കയ്പ് കലക്കിയ വീഞ്ഞു കൊടുക്കുക പതിവായിരുന്നു. ഹല്ലേലൂയ. അത് കൊടുക്കുന്നത് വേദന കുറയ്ക്കുന്നതിനും ഇന്ദ്രിയങ്ങളെ മരവിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും ഒക്കെ ഇത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അവന് കയ്പ് കലക്കി വീഞ്ഞു കൊടുത്തു. അത് രുചിച്ചു നോക്കിയാൽ അവന് കുടിപ്പാൻ മനസ്സായില്ല. കൂടാതെ കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനോ വാങ്ങിയില്ല. നോക്കൂ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തു ഇത് നിരസിച്ചു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, 9 ദിവസം വരെ ക്രൂശിൽ കിടന്ന ശേഷം മരിച്ചവരെ കുറിച്ചുള്ള രേഖകൾ ഉള്ളത് കൊണ്ട് മരണകാലം ദീർഘിക്കുന്നത് കൊണ്ടാണ് പതിവ് അനുസരിച്ച് ക്രിസ്തുവിനെ സൂക്ഷിക്കുവാൻ 4 പടയാളികൾ അടങ്ങുന്ന ഒരു ഗണത്തെയും അവരുടെ ശതാധിപനെയും നിയമിച്ചത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം അതൊന്ന് ചിന്തിച്ചു നോക്കണം. ആ ക്രൂശിലെ ഹല്ലേലൂയ ഓരോരുത്തരുടെയും ജീവൻ പോകുന്നത് വരെ, ഹല്ലേലൂയ മരണം സ്ഥിരീകരിക്കുന്നത് വരെയും അവരെ കാക്കുവാൻ വേണ്ടി കാവൽക്കാരെ ഏർപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. അതായത് മരണത്തെ എളുപ്പമാക്കുവാൻ വേണ്ടി യഹൂദന്മാർ കുറ്റവാളികളുടെ
കാലുകൾ ഒടിക്കുക പതിവുണ്ടായിരുന്നു. 2 കള്ളന്മാരുടെ കാലൊടിച്ചു എങ്കിലും ക്രിസ്തു മരിച്ചു കഴിഞ്ഞതിനാൽ കാലുകൾ ഒടിച്ചില്ല എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19:31 മുതലുള്ള വാക്യം, അതായത് അന്ന് ഒരുക്ക നാളും ആ ശബത്തുനാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ചെടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്തു കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടേനെ, താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. അവന്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടേന് ഇത് സംഭവിച്ചു. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഈ ക്രൂശ് ഹല്ലേലൂയ ഏറ്റവും നിന്ദ്യമായിരുന്നെങ്കിലും വിശ്വാസികളുടെ ദൃഷ്ടിയിൽ അത് അമൂല്യവും വിശുദ്ധവുമായി തീർന്നു. ഹല്ലേലൂയ. നോക്കൂ, രക്ഷയുടെ ശക്തി അനുഭവിക്കുന്നവർ ക്രൂശിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താപ്പച്ചൻ ക്രൂശിതനായി. പ്രിയ മക്കളെ, ക്രൂശിന്റെ പ്രാധാന്യം ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ഒരിക്കലെന്നേക്കുമായി പൂർത്തിയാക്കിയ നിത്യ രക്ഷയാണ്. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, രക്ഷ. ഹല്ലേലൂയ. ആ ക്രൂശ് കാണിക്കുന്നത് അതാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ക്രൂശിനെ നമ്മൾ നോക്കണം. പ്രിയ മക്കളെ, അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്ന കർത്താവ് ആ ഹല്ലേലൂയ ശരീരത്തിൽ മുഴുവൻ വേദന സഹിച്ച് ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ ഒരു രോമം നമ്മളൊന്ന് പിച്ചുമ്പോൾ ഹല്ലേലൂയ എത്ര വേദനയാണ് പ്രിയ മക്കളെ. ഒരു സൂചി വെച്ച് നമ്മൾക്കൊന്ന് കുത്തുമ്പോൾ നമ്മൾ എത്ര വേദന അനുഭവിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രമാത്രം വേദന ഹല്ലേലൂയ സഹിച്ചു. അതെല്ലാം നമ്മെ നേടുവാൻ വേണ്ടിയാണ്, നമ്മെ ഹല്ലേലൂയ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. ഹല്ലേലൂയ. ഒരു മാതാവും പിതാവും ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങളെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ഹല്ലേലൂയ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിലേക്ക് നേടുവാൻ, അപ്പന്റെ മക്കളാക്കി എടുക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ ക്രൂശിനെ നമ്മൾ നോക്കണം, ആ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കണം പ്രിയ മക്കളെ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ സുവിശേഷം ക്രൂശിന്റെ വചനമാണെന്ന്. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. ഹല്ലേലൂയ. നോക്കൂ, ഈ വചനം അനുസരിച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവശക്തി പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതിനെ ത്യജിച്ച് വൃഥാവാക്കി കളയുന്നവർ നശിച്ചു പോകുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ജീവൻ പ്രാപിച്ച്, സന്തോഷം പ്രാപിച്ച്, സമാധാനം പ്രാപിച്ച് നമുക്കായി തീരാം. ക്രൂശിതനായ യേശുവിനെ നോക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഹല്ലേലൂയ. ജീവൻ തരുന്ന അപ്പൻ, നമ്മെ കാത്തുപരിപാലിക്കുന്ന, നമ്മെ ഓരോ നാളും നടത്തുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഹല്ലേലൂയ ക്രൂശിതനായി എന്നെ നേടുവാൻ, എൻ്റെ കുടുംബത്തെ നേടുവാൻ വേണ്ടി ഹല്ലേലൂയ നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് ഹല്ലേലൂയ അനേക ജീവിതങ്ങൾ ഇനിയും യേശുവിനെ അറിയുവാനുണ്ട്. അപ്പൻ്റെ ക്രൂശിലേക്ക് നോക്കുവാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അപ്പൻ എന്നെ നേടുവാൻ വേണ്ടിയാണല്ലോ ക്രൂശിതനായെന്നുള്ള ചിന്ത ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും.
ഉണ്ടാകുവാനിടയാകണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഓരോ മക്കളെ ശക്തീകരിക്കണം കർത്താവെ. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പനെ നോക്കി ജീവിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണം. കരങ്ങളിൽ തരുന്നു കർത്താവ്. അങ്ങനെ ചെയ്യുന്നതാകിയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.